ഹലോ, ഇന്ന് അഭ ട്രിപ്പിൻ്റെ 3rd ഡേ ആണ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോരുകയാണ്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അഭ സൗദി അറേബ്യയിലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നത് കൊടൈക്കനാലൊക്കെ പോലെ നല്ല മഞ്ഞ് മൂടിയ ഒരു സ്ഥലത്തേക്കായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 2 വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഇന്ന് നമ്മളൊരു അരുവി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ വെള്ളം ഉണ്ടാവുക എന്നുള്ളൊരു സംശയത്തിൽ നമ്മൾ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചു. കഴിഞ്ഞ കൊല്ലം നമ്മൾ മാർച്ചിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആ അരുവി കാണാൻ. അപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് വൈൻയാർഡിനെ പറ്റിയുള്ള പ്രതീക്ഷ? വയനാടിനെ പറ്റി സൗദി അറേബ്യ ആയതുകൊണ്ട് വലിയ പ്രതീക്ഷ കുറച്ച് മുന്തിരി കാണാം. ഇതുപോലെ ഒറ്റപ്പെട്ട ബിൽഡിങ്സ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിലല്ലേ മഴ പെയ്യുമ്പോ വെള്ളം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നല്ല രസമുള്ള സ്ഥലം. പെട്ടെന്ന് നമ്മൾ പോവാന്ന് വിചാരിച്ച ലേക്ക് ഓർമ്മ വന്നു. അതിന്റെ ചെറിയൊരു ചായ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു ലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മൾ വൈൻയാർഡ് അന്വേഷിച്ചിട്ടുള്ള പോക്കാണ്. പോണ വഴിക്ക് ഇതുപോലത്തെ മഡ് ബിൽഡിങ്സ് കുറേ കാണാനായിട്ട് പറ്റും. എന്തോ ഒരു ഏൻഷ്യൻ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ്. അതുപോലെ ഇത്രയധികം കാക്ടസും ഞാൻ സൗദിയിൽ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. കുന്നിൻ്റെ മേലെയും സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഫോർട്ട് പോലത്തെ ബിൽഡിങ്സ് അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ട് കിട്ടി. അങ്ങനെ നമ്മൾ വൈൻയാർഡിലെത്തി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. നല്ല പൊള്ളലുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് റേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ടിക്കറ്റ് റേറ്റ് കൊടുത്ത് പൊള്ളി നമുക്ക് വൈൻയാർഡ് കാണേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. പോരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ ഏരിയ കണ്ടപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ അരുവി ഓർമ്മയാണ്. ഇതായിരുന്നു നമ്മൾ പോകാൻ ആഗ്രഹിച്ച അരുവി. പക്ഷെ ഇപ്രാവശ്യം മഴ കുറവായതുകൊണ്ട് വെള്ളം ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൽ നമ്മൾ പോയില്ല. Oh my God! പേടിയാണ് സത്യത്തിൽ. എടാ പെട്ട പോലെ തോന്നുന്നു. പകലൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുമല്ലോ, രാത്രി ഇങ്ങനെ വരില്ല. ശരിയാ. പകലായി ടേക്ക് നമ്മുടെ നാട്ടിലെ വെട്ടുകല്ല് പോലത്തെ കല്ലും മഡും ഒക്കെ ചേർത്തിട്ടുള്ള ബിൽഡിങ്സിൻ്റെ കുറേ അവശേഷിപ്പുകൾ ഇവിടെ കാണാനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 ദിവസം മുന്നേ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗിയൊന്നും അത്ര അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ ചുരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഒട്ടും നമുക്ക് ടയേർഡ്നെസ് തോന്നില്ല. ഇങ്ങനെയാണോ? മൈ ഗോഡ്, ഡിസൈനൊക്കെ നോക്ക്. അതെന്തിനാ അങ്ങനെയൊക്കെ എക്സെറ്റ് വെച്ചിരിക്കുന്നത്? ഓ മൈ ഗോഡ്, ഈ റോഡൊക്കെ നല്ലതായതുകൊണ്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് പോകാനൊക്കെ പറ്റി. പക്ഷേ ഇവിടുത്തെ എല്ലാ റോഡുകളും അങ്ങനെയൊന്നല്ല. നമ്മൾ വളരെയധികം പേടിച്ചിട്ടുള്ള റോഡുകളും ഉണ്ട്. ഇവിടെ നമ്മൾ കയറിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടണലാണിത്. ഇതിൽ കയറിയപ്പോൾ നമുക്ക് നമ്മുടെ കുതിരാനാണ് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ മലയുടെ
ഏകദേശം താഴ്വാരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വരണ്ടൊരു പ്രദേശത്ത് ഈ പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് റോഡ് ട്രിപ്സൊക്കെ ഇത്രയും എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. നാട്ടിലൊക്കെ ട്രിപ്പ് പോകാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും കുറച്ച് പോയി കഴിയുമ്പോഴേക്കും ടയേർഡാവും. പക്ഷെ ഇവിടെ ആ ടയേർഡ് ആവാൻ പ്രശ്നമില്ല. റോഡിൻ്റെ പ്രത്യേകതയാണോ അത് ഇവിടുത്തെ ടോപ്പോഗ്രഫിയുടെ പ്രത്യേകതയാണോ എന്നറിയില്ല. അങ്ങനെ താഴ്വാരത്തിൻ്റെ ഭംഗിയൊക്കെ വേണ്ടുവോളം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ മെയിൻ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കല്ലേ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു റോഡ് കണ്ടു. റോഡ് കണ്ടപ്പോൾ തന്നെ അതൊരു പ്രൈവറ്റ് റോഡാണെന്ന് മനസ്സിലായി. പക്ഷെ അതിലേ പോയി അവിടെ എന്താണെന്ന് അറിയാനുള്ളൊരു ചെറിയ കൗതുകം നമുക്ക് രണ്ടാൾക്കും ഉണ്ടായി. ഒട്ടകം ഒട്ടകം നമ്മൾ ഓടിപ്പിക്കുവോ? നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒട്ടകത്തിന് ഒറ്റയായിട്ടും കൂട്ടായിട്ടൊക്കെ കുറേ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതിങ്ങനെ മേഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒട്ടകങ്ങളെ കണ്ടതിൻ്റെ ബാക്കിലായിട്ട് തന്നെ പ്രാചീനമായിട്ടുള്ള രീതിയിൽ മഡ് വെച്ചിട്ട് കുറേ വീടുകൾ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇതൊരു പണ്ടത്തെ ഗോത്രമാണെന്നാണ് നമുക്ക് മനസ്സിലായത്. പണ്ട് ഈ കാലി മേച്ച് നടക്കണമെന്ന് പറയണ പോലെ ഇപ്പോഴും ഒട്ടകത്തിനെ മേച്ച് നടക്കണ ഒരു ഗോത്രം. ഓടിക്കോ നമ്മളെ? ഈ സ്ഥലത്തെത്തിയപ്പോൾ പഴയ കഥകളിലൊക്കെ വർണ്ണിക്കുന്ന ഗ്രാമമാണ് ഓർമ്മ വന്നത്. നല്ല ഭംഗിയുള്ളൊരു മല, അതിൻ്റെ താഴ്വാരത്തായിട്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, അവർ ഒട്ടകങ്ങളെയൊക്കെ മേച്ച് നടക്കണം. അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു. ഇവിടേക്ക് ഇറങ്ങാൻ തോന്നിയത് എന്തുകൊണ്ടും നല്ല കാര്യമായിട്ട് തോന്നി. നമ്മൾ ഇവിടേക്ക് ഇറങ്ങാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടൊരു വഴി കൂടെ അങ്ങോട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും ഈ ഒരു കാര്യമാണ്. ഇതുപോലെ എക്സ്പ്ലോർ ചെയ്ത് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കൽ. ഈ ഒട്ടകത്തിന്റെ കളറോ മണ്ണിന്റെ കളറോ ഒരുപോലെ മനസ്സിലാവണില്ല. ഓ, നല്ല ഭംഗിയുള്ള സ്ഥലം ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട. എല്ലാം തോന്നുന്നുണ്ട് മലയുടെ ഉള്ളിൽ. കണ്ടു പണ്ടത്തെ നാടിന്റെ ഒരു ഇതുപോലെ. പണ്ടെപ്പോഴും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുക. കണ്ടിട്ടുണ്ടാവോ? വഴിയിൽ കൂട്ടം തെറ്റിപ്പോണ ഒരു ഒട്ടകത്തിനെയും കണ്ടു. ഇതുപോലത്തെ മഡ് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയ പഴയ ബിൽഡിങ്സും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ ബിൽഡിങ്സും ഇവിടെ കുറേ കാണാനായിട്ട് കിട്ടി. പോരുന്ന വഴിക്ക് ഇതുപോലെ നിഗൂഢമായ കുറേ സ്ഥലങ്ങളും ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. സൗദിയിലെ ഔട്ട്സ്കേർട്സിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാഴ്ച നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഈ ഒട്ടകത്തിനെ കാണുമ്പോൾ എപ്പോഴും ഒരു കൗതുകമാണ്. അങ്ങനെ നമ്മൾ മലയിൽ നിന്ന് മുഴുവനായിട്ട് ഇറങ്ങി. നമ്മൾ ഇതിനു മുന്നേ അല്ലുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ മലകളും ഇവിടത്തെയും നല്ല വ്യത്യാസമുള്ളതാണ്. എന്ത് രസ സ്ഥലം കാണാൻ. നോക്ക്, മണല്. അങ്ങനെ നമ്മൾ പിന്നെയും മെയിൻ റോഡിൽ നിന്ന് മണൽ കണ്ട വഴിക്ക് ഒന്ന് യാത്ര തിരിച്ചു. ആ റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയ റോഡായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു റോഡായതുകൊണ്ട് നമ്മൾ അതിലേ ഒന്ന് പോയി മണൽ കാണുന്ന സ്ഥലത്തേക്ക് എത്തുമോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ എത്തിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു തന്നെ പോന്നു. ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി ചെന്ന് അവർ നമ്മളെന്തെങ്കിലും ചെയ്താലോ എന്ന്. നമുക്കറിയാത്ത ഭാഷയും കൂടെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതുപോലത്തെ സാഹസങ്ങൾ കാണിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആവശ്യത്തിന് ഇന്ധനം നമ്മുടെ വണ്ടിയിലുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ പിന്നെയും മെയിൻ റോഡിലേക്ക് തന്നെ എത്തി. ഇതെന്തോ കൃഷിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെ സിഗ്നലിൽ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതുപോലത്തെ ഒരു റോഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഒരു ഫാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെയും ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് നിറയെ ഒട്ടകത്തിനെയും കാണാനായിട്ട് പറ്റില്ല. കിട്ടി. ഓ, എന്തോരൊട്ടക. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ നിറയെ ഒട്ടകത്തിന് ഇതുപോലെ കാണാനായിട്ട് പറ്റും. ചെറുതായിട്ടൊന്ന് പേടിക്കണം ഒട്ടകത്തിനെ കാണുമ്പോൾ. ഇതെപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെമ്മരിയാടിൻ്റെ ഫാമും ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കാൻ ഇഷ്ടമുണ്ടോ? വണ്ടി ഓടിക്കാൻ
നമ്മൾ ഈ ട്രിപ്പ് പോയ 3 ദിവസവും നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റി. അത് 3ഉം വെറൈറ്റി ആയിരുന്നു. ഒരെണ്ണം ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ നമ്മൾ നല്ലൊരു മൗണ്ടൻ്റെ മേലെ സൺസെറ്റ് കണ്ടു. മൂന്നാമത്തെ ഇതാണ്, നമ്മൾ സൂര്യൻ്റെ പിന്നാലെ വെച്ച് പിടിച്ച് പണ്ടത്തെ ആൾക്കാരുടെ പോലെ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് സൺസെറ്റ് കാണാൻ പാകത്തിന് ബീച്ചിലെത്തി. നിങ്ങൾ ഈ കാണുന്നത് റെഡ് സീ ആണ്. നമ്മൾ ഈ ജേർണിയുടെ ഡേ 1 ഒരു സങ്കൻ ഷിപ്പ് കാണാൻ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ടൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കൂ കേട്ടോ. പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിൻ്റെ കണ്ണില്ല, അടഞ്ഞിരിക്കുക. റെഡ് സീയുടെ പല ഭാഗത്തും പല കളറാണ്. ഇവിടെ അത്ര ബ്ലൂ കളറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഡേ സങ്കൻ ഷിപ്പ് കാണാൻ പോയ സ്ഥലത്ത് നല്ല ബ്ലൂ കളറായിരുന്നു. അത് കുറച്ചൊരു മിസ്റ്റീരിയസ് ആയിട്ടൊരു പ്ലേസ് ആയിരുന്നു. നമ്മൾ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലെത്തി. ഇത്രയും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാണ്ട് ഫുൾ കൂര ഇരുട്ടായിട്ടുള്ള വഴികളിൽ കൂടി നമ്മൾ പോയി. അങ്ങനത്തെ സ്ഥലത്തൊക്കെ കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല സേഫായിട്ട് നമുക്ക് തോന്നും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കുറച്ച് നല്ല പെട്രോൾ പമ്പ്സൊക്കെ ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിൽ നിന്നും കാണുന്ന പോലെ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ജിൽജിലായിരിക്കും.